4ാം ക്ലാസ്സിലെ ഈ അധ്യാപകർക്ക് പഠിക്കാനുള്ള കൈപ്പുസ്തകത്തിലാണ് ഗുരുതരമായ പിഴവ് SCRT വരുത്തിയിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് നാട് വിട്ടത്, ഇന്ത്യ വിട്ടത് അത് ബ്രിട്ടനെ ഭയന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഈ കൈപ്പുസ്തകത്തിൽ പറയുന്നത്. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് കൈപ്പുസ്തകം. എന്തായാലും 2025 പുതുക്കിയ SCRT 4ാം ക്ലാസ് കൈപ്പുസ്തകത്തിലാണ് ഈ ഗുരുതരമായ പിഴവുള്ളത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ചരിത്രവും ഒക്കെയായി പഠിപ്പിക്കുന്ന ഭാഗത്തിലാണ് ഈ സുഭാഷ് ചന്ദ്രബോസിന് ഈ നാട് വിട്ടത് ബ്രിട്ടനെ ഭയന്നാണ് എന്നുള്ള പിഴവും. ഒരുപക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ ഒരു വലിയ പോരാളിയായാണ് കണ്ടിരുന്നത്. ബ്രിട്ടനെതിരായ വലിയ പോരാട്ടം, കോൺഗ്രസിന്റെ പ്രസിഡന്റായതിനു ശേഷം തീവ്രമായ നിലപാട് സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ സത്യാഗ്രഹ മാർഗം സ്വീകരിച്ചാൽ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല, അതുകൊണ്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തേണ്ടത് എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുകയും അതിനുള്ള പോരാട്ടം നടത്തുകയും ഒപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയൊക്കെ രൂപീകരിച്ച് ഫോർവേഡ് പാർട്ടി രൂപീകരിച്ച് ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടം നടത്തിയ നേതാവ് കൂടിയാണ്. അത്തരത്തിലൊരു ഗ്രൂപ്പുകളെ കൂടി ഉണ്ടാക്കിയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് ഈ ബ്രിട്ടനെ ഭയന്നാണ് അദ്ദേഹം ജർമ്മനിയിലേക്ക് നാട് വിട്ടത് എന്നുള്ള പരാമർശം ഈ SCRT പാഠപുസ്തകത്തിൽ ഉള്ളത്, കൈപ്പുസ്തകത്തിൽ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച. ഇത് അധ്യാപകർക്ക് പഠിപ്പിക്കാൻ നൽകിയിട്ടും ഇങ്ങനെയൊരു പിഴവ് കണ്ട ശേഷവും അധ്യാപകരുൾപ്പെടെ ഉള്ളവർ ഇത് ചൂണ്ടിക്കാട്ടിയ ശേഷവും കൈപ്പുസ്തകം ഇതുവരെ പിൻവലിച്ചിട്ടില്ല, ആ ഭാഗവും പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായി ഇക്കാര്യത്തിൽ കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇത് പുറത്തു വന്ന ശേഷം ഒരു പ്രതികരണം SCRTയുടെയോ ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ ഭാഗത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഗുരുതരമായ ഈ പിഴവ് നേരത്തെ തന്നെ പല അധ്യാപകരും ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് അധ്യാപക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്രയും വലിയ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെ അദ്ദേഹം ഭയന്ന് നാടുവിട്ടതാണ് എന്നുള്ള ഈ വിശദീകരണം ഈ അധ്യാപകർക്ക് പഠിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തു എന്നുള്ളത് ഗുരുതരമായ പിഴവായി തന്നെയാണ് കാണുന്നത്. അജിംസ്, ശരി. വിജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നിരുന്നു. അവരിൽ വക്കം അബ്ദുൽ ഖാറിനെ പോലുള്ളവർ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റുക ചെയ്തിരുന്നു. അങ്ങനെ ധീരോദാത്തമായ ഒരു ചെറുത്തുനിൽപ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ സുഭാഷ് ചന്ദ്രബോസിനെയും അദ്ദേഹത്തിന് INAയെയും ഇങ്ങനെ അപമാനിക്കുന്നത് കേവലം അബദ്ധം മാത്രമാണോ? തീർച്ചയായും ഇതിൽ വിശദമായ അന്വേഷണം ഉൾപ്പെടെ നടത്തേണ്ടി വരും. ഇങ്ങനെയൊരു ഗുരുതരമായ പിഴവ് ഈ കാലഘട്ടത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ പൂർണ്ണമായും മറച്ച് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാനും അത് ജനങ്ങളെ, വിദ്യാർത്ഥികളെ ഒക്കെ പഠിപ്പിക്കാനും ഒക്കെ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നതിന് ഇടയിലാണ് ഈ സംസ്ഥാന സിലബസിലെ ഈ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ, അതിനുള്ള കൈപ്പുസ്തകത്തിൽ ഇങ്ങനെയൊരു ഗുരുതരമായ പിഴവ് പറ്റിയത്. അജിംസ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ചർച്ചകൾ കൂടി ഉയരാനും സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ തീവ്രമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും തീവ്രമായി ഇടപെട്ട ഒരു നേതാവ് കൂടിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയൊക്കെ രൂപീകരിച്ച് പോരാട്ടം നേരിട്ട് ഒരു ബ്രിട്ടനുമായി നേരിട്ടുള്ളൊരു ആയുധ പോരാട്ടം നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകുകയും അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത ഒരു നേതാവിനെ അതിന്റെ ചരിത്രം തീർച്ചയായും വളച്ചൊടിക്കുന്ന നിലയിൽ ഇന്ത്യ വിട്ട് അദ്ദേഹം പോയത് ബ്രിട്ടനെ ഭയന്നാണ് എന്നുള്ള ഗുരുതരമായ ഒരു തെറ്റ് ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കുന്ന നിലയിൽ അത് ഈ കൈപ്പുസ്തകത്തിൽ വന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായി കാണേണ്ടത് തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലുള്ള വിശദീകരണവും വേണ്ടിവരും. ഈ കാലഘട്ടത്തിൽ അജിം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ഒരു നീക്കം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായതോ ആണോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണവും വിശദീകരണവും സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടി വരും. അജിം സർ.